ഇപ്പോൾ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ ഈ ലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു അക്വയർ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കടക്കുന്ന സമയത്ത് ഒരുപാട് കർമ്മ റെസൊല്യൂഷൻ സംഭവിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു. അവരായിരിക്കും നമ്മളുടെ ആ ഒരാൾ നമ്മൾ വിചാരിച്ച് നമ്മൾ പോകുന്നു. ഭയങ്കരമായൊരു പ്രണയത്തിലേക്ക്, ഇൻഫാച്വേഷൻ പല സംഭവങ്ങളുണ്ടോ, അട്രാക്ഷൻ വന്നിട്ട് നമ്മളൊരു പ്രണയത്തിലേക്ക് എത്തുന്നു. ഒരു പോയിന്റ് എത്തുമ്പോൾ ഹണിമൂൺ പീരീഡ് കഴിയുന്നപ്പോൾ മനസ്സിലാവും വേണ്ടില്ലായിരുന്നു എന്ന്. അപ്പം അത് ഈ കർമ്മ ന്യൂട്രലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഈ ഒരു അക്വയർ സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ സോളിൻ്റെ ഒരു പർപ്പസ് പറഞ്ഞാൽ നമുക്കത് എങ്ങനെയെങ്കിലും ഈ കർമ്മങ്ങളൊക്കെ ന്യൂട്രലൈസ് ചെയ്യണം. അപ്പം അതിന് പറ്റിയുള്ള ഒരുപാട് ആൾക്കാർ വരാം. അങ്ങനെ അവർ ആര് വരുമ്പോഴും നമ്മൾ വിചാരിക്കുക ഇതാണ് നമ്മുടെ റൈറ്റ് ആൾ, ഇവരാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോണത്, ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ചിലപ്പോൾ അതായിരിക്കില്ല, വീണ്ടും 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 ആൾക്കാർ റിപ്പീറ്റായി വന്നുകൊണ്ട് നിൽക്കാം. അപ്പം അത് എല്ലാവരും വിചാരിക്കുന്നത് ഇതാണ് നമ്മുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അധിക കേസിലും അതൊരു കർമ്മിക് പാർട്ണർ ആയിരിക്കാം. അപ്പോൾ കർമ്മിക് പാർട്ട്നേഴ്സ് ആണ് അധികവും ഉണ്ടാവുക. അപ്പം ഓരോരു ഇതേ ഇൻറ്റൻസിറ്റി, ഇതേ ലവ്, ഇതേ പ്രണയം, ഇതേ മിസ്സിങ് ഫീലിംഗ്, എല്ലാ സംഭവം വരും. പക്ഷേ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ അതിൽ നിങ്ങളെ ഈ ഭയങ്കരമായ പ്രണയത്തിൻ്റെ കൂടെ സ്പിരിച്വൽ എവല്യൂഷൻ ഭയങ്കരമായിരിക്കും. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരുപാട് ലെവലിലെ സ്പിരിച്വൽ പ്രോഗ്രസ് ആണ്. കാരണം ട്വിൻ ഫ്ലെയിമിൻ്റെ കേസിൽ മെയിൻ സംഭവം സ്പിരിച്വാലിറ്റിയിൽ പ്രോഗ്രസ് ആവുകയാണ്. അതിനുശേഷം മാത്രമാണ് ഈ ഒരു കണക്ഷനും ഈ ഒരു ബാക്കി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് മാത്രം നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണ് നിങ്ങളുടെ കണക്ഷൻ എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്.